ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം തന്നെ നമ്മളൊരിക്കലും പെണ്ണുകൊണ്ട് ഇപ്പോഴേ വരയ്ക്കണ്ട, പെണ്ണ് യൂസ് ചെയ്യണ്ട. അത് നമുക്ക് കുറച്ച് പ്രോ ലെവലൊക്കെ ആവുമ്പോൾ സമയത്ത് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് എന്നാൽ ഇപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നതിൽ ആ ഫ്ലോ ഉണ്ടാവും, നമുക്കൊരു ഫ്രീ ആയിരിക്കും നമ്മൾ കൈ എപ്പോഴും. അതുമാത്രമല്ല, നമുക്ക് പെണ്ണുകൊണ്ട് വരയ്ക്കുമ്പോൾ ഒരേ തിക്നെസ് ആയിരിക്കും എല്ലായിടത്തും, എൻഡ് ടു എൻഡ് വരിക അല്ലേ, സ്റ്റാർട്ട് ടു എൻഡ് വരും. എന്നാൽ മൂന്നാമത്തെ ലൈന് നമ്മൾ വരച്ചിട്ടുണ്ടല്ലേ, നമുക്ക് ഡെപ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഡെപ്ത്ത് കൂട്ടി കുറയ്ക്കാൻ അങ്ങനെ വരാം. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്, ഇത്രയും കട്ടിയിൽ അമർത്തി വരയ്ക്കരുത്. ഒന്ന് പേപ്പർ നാശവും, പിന്നത്തെ കാര്യം ഇറേസ് ചെയ്യാനും പറ്റില്ല. ഇപ്പം ഞാൻ താഴെ വരച്ച 3 അല്ലേ, അതിൽ ആദ്യത്തെ വരച്ചിട്ടുണ്ടല്ലേ, എറേസർ കൊണ്ട് നമ്മൾ മായ്ക്കാൻ നോക്കിയാലും മായില്ല. അതേസമയം ലാസ്റ്റ് വെച്ചത് വളരെ മൈന്യൂട്ടായിട്ട് വരയ്ക്കുന്നത് നമുക്ക് എപ്പോഴാണെങ്കിലും എറേസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പോയിൻ്റ്, ഒരു ലൈൻ വരയ്ക്കുന്നതിന് പകരം സ്ക്രാച്ച് ചെയ്ത് ഇങ്ങനെ തൊട്ട് വരയ്ക്കരുത്. ഇപ്പോൾ അത് സർക്കിളാണെങ്കിലും റൗണ്ട് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നേരെ വരയ്ക്കുക. നമ്മളിപ്പോൾ പ്രാക്ടീസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ, നമ്മളൊരു പ്രോ ലെവലോ അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ ധൈര്യത്തോടെ വരയ്ക്കുക. തെറ്റാതിരിക്കുക, അങ്ങനെയൊന്നും പഠിക്കണം. തെറ്റുകൂട്ടെ, അതാണ് നമ്മൾ പ്രാക്ടീസ് എന്നുള്ള സംഭവം പറയുന്നത്. സിമ്പിളായിട്ട് വരയ്ക്കുക, കയ്യിനൊരു ഫ്ലോ വരുത്തുക. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നമ്മളങ്ങനെ വരയ്ക്കണ്ട. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് ഉദ്ദേശിച്ച് വേണ്ടി മാത്രം വരയ്ക്കുക, ആരും പിടിക്കാതെ. അതേസമയം ഇതേപോലെ കുറച്ച് പാറ്റേണൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അത് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നമ്മൾ പണ്ട് കോപ്പിയൊക്കെ എഴുതിയിരുന്നില്ലേ, അതേപോലെ അതിൻ്റെ ഹൈറ്റെല്ലാം ഓരോ ഇതിൽ എന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തെറ്റും ഉറപ്പാണ്. അപ്പോൾ തെറ്റ് ഉണ്ടാവാതിരിക്കാനും മറ്റൊന്നും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്, കയ്യിനൊരു ഫ്ലോ കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഒരു പേപ്പർ എടുക്കുക, എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വരയ്ക്കാൻ തോന്നുന്നു അതൊക്കെ ചെയ്യാം, കുത്തി വരയ്ക്കുക, അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകുന്നവർ ആദ്യം വാമപ്പ് ചെയ്യുന്നു, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് 2 കൊണ്ട് അങ്ങോട്ടും അടിക്കുന്നു ഇങ്ങോട്ടും. ഫുട്ബോൾ കളിക്കാൻ പോകുന്നവരും പന്ത് തട്ടുന്നു, കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സസൈസ് ചെയ്യുന്നു. അതേപോലെ വരയ്ക്കുന്നു നമ്മളും. കയ്യിനും നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്ന കൈ ഉണ്ടല്ലേ, ആ കയ്യിനൊരു ഫ്ലോ വരാനും വരയ്ക്കുന്നത് വളരെ എളുപ്പമാകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അധിക പേർക്കും വൃത്തം വരയ്ക്കുന്നതും അങ്ങനെയൊക്കെ വെച്ച് വരയ്ക്കുന്നതൊക്കെയാണ് ഏറ്റവും പ്രശ്നം വരുന്നത് അല്ലേ. അപ്പോൾ അതൊന്നും പേടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും വരച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ താഴെ ഒരേപോലത്തെ രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ക്രോസ് ലൈന്, സ്ട്രേറ്റ് ലൈൻസ് ഇട്ട് പഠിക്കുക. കുറേ താഴേക്കും മുകളിലേക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വരാതെ മാക്സിമം ഒറ്റ ഇതിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക. പാറ്റേൺ സാധനങ്ങൾ ചെയ്യാം, ഒരേപോലെ കിട്ടുന്ന രീതിയിൽ സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ ചുമ്മാ നമുക്ക് തോന്നുന്ന രീതിയിൽ മാക്സിമം ഒരേപോലെ എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻസ് അങ്ങനെ വരയ്ക്കാം. അതേസമയം നമ്മൾ ഷെയ്ഡിങ് എല്ലാം ചെയ്യുന്ന കണ്ടില്ലേ, ഈ ഒരു മെത്തേഡിൽ ഫ്ലോ വരാൻ വേണ്ടിയിട്ട് കയ്യിനൊരു സ്മൂത്ത്നെസ്, നമ്മൾ വരക്കുമ്പോൾ ഒരു ഇത് വരില്ലേ, ആ ഒരു ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ചെയ്യാം. അപ്പോൾ നമുക്ക് ഭയമൊക്കെ പോവും. ക്രോസ് ലൈൻസൊക്കെ ചെയ്യാം. ഇനി തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരയ്ക്കാം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒക്കെ സെക്ഷനിലേക്ക് വയ്ക്കാം. അതിലേക്ക് സമയമുണ്ട്. ഓക്കെ, എന്നാലും ഇപ്പോഴേ നമ്മളിതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ബാക്കി സമയത്ത് നമ്മൾ ബാക്കി ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ നമ്മൾ എന്തായാലും പഠിച്ചുകൊണ്ട് വരും. ഇത് സർക്കിൾ ചെയ്യാം മാക്സിമം. കയ്യിനുള്ള ഫ്ലോ, നമ്മൾ കയ്യിനുള്ളൊരു എന്താ പറയുക, പ്രാക്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം കൺസിഡർ ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ നേരെ മീനിൻ്റെയൊക്കെ ഷെല്ലൊക്കെ വരയ്ക്കില്ലേ,
ആ സംഭവം. നമ്മൾ ഒന്നിൻ്റെ താഴേക്കായിട്ട് ചെയ്തു നോക്കുക. ഇന്നെന്ന സംഭവങ്ങൾ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതെല്ലാം വരയ്ക്കാം. ഓക്കെ, വൃത്തം, ചതുരം, ത്രികോണം, അങ്ങനെ പല സാധനം ചെയ്തിട്ട് നമ്മൾ കയ്യിനൊരു ഫ്രീ ആയിട്ട് ഒന്നും ഭയമില്ലാത്ത രീതിയിൽ വരയ്ക്കാൻ തോന്നുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എങ്ങനെ, അപ്പം കൂടല്ലേ?